ഹലോ. അതെ, ഇന്ന് നമുക്കൊരു വിങ്കയുടെ പാക്കിങ് കണ്ടാലോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിങ്കയുടെ ഹാങ്ങിങ് വിങ്കയാണ്. ഹാങ്ങിങ് വിങ്കയുടെ പ്ലാന്റ് സൈസ് വന്നിട്ട് ഇതൊക്കെയാണ്. ഈ പ്ലാന്റ്സ് നമ്മൾ 2 ആഴ്ച മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു 800 രൂപയുടെ ഒരു കോംബോ 10 പ്ലാന്റിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി ഓർഡറുകളാണ് വന്നത്. ഒരു 20 പേർക്കുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷേ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഫസ്റ്റ് ടൈം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 5 മിനിറ്റിനകത്ത് തന്നെ നമുക്കൊരു 25ഓളം ഓർഡറുകൾ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കണ്ടവരും ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു 50ഓളം പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്തവർക്ക് അത് അയച്ചു പോവുകയാണ് കേട്ടോ. ഇന്ന് മുതലാണ് നമ്മളിപ്പോൾ അത് അയച്ചു തുടങ്ങുന്നത്. നമുക്കൊരു 5 പേർക്കൊക്കെ മാത്രമേ ഒരാഴ്ച അയക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, വിങ്ക നല്ല ഡിലേ ആണ് റൂട്ട് വരാൻ വേണ്ടിയിട്ട്. റൂട്ട് വന്നാൽ ഉടനെ നമുക്കെടുത്ത് അയക്കാൻ പറ്റില്ല. അത്യാവശ്യം ഹെൽത്തി ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡിലേ വരും. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വന്ന് എൻ്റേത് എന്തായി അങ്ങനെ ചോദിക്കരുത്. കാരണം ഞാൻ ഓരോരുത്തർക്കും പേയ്മെൻറ്റ് വന്ന രീതിക്ക് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യും. അയക്കുന്നതിൻ്റെ 2 ദിവസം മുന്നേ കോൺടാക്റ്റ് ചെയ്ത് ബാക്കി പേയ്മെൻറ്റും കൂടെ വാങ്ങിയിട്ട് ആണ് ഞാൻ അയക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിന് മുന്നേ ആരും വന്ന് ചോദിക്കരുത്. പിന്നെ എന്താ പറയുക, നമ്മൾ നല്ല പ്ലാന്റുകൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ക്ഷമിക്കുക. ഒത്തിരി ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. എന്നാൽ ഞാൻ റീഫണ്ട് ചെയ്തേക്കാം. അതേ എനിക്കിപ്പം പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് വന്നിട്ട്. നമ്മൾ എക്സോട്ടിക്കും നോർമലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോയാണ് കേട്ടോ കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ജിഫി പ്ലാന്റിനെ ഇതുപോലെ പേപ്പറിൽ, ന്യൂസ് പേപ്പറിൽ അതിൻ്റെ ചുവടൊന്ന് റാപ്പ് ചെയ്തെടുത്ത് നമ്മൾ ടേപ്പ് ചുറ്റും. അതിന് ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ പേപ്പറിലേക്ക് ഓരോ പ്ലാന്റുകളും പേപ്പറിലേക്ക് ചുറ്റി 10 പ്ലാന്റും 10 ന്യൂസ് പേപ്പറിലേക്ക് ചുറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മെയിൻ ബോക്സിലേക്ക് വെക്കാം. ബോക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ബോക്സ് അല്ല, ഞാൻ ഇത് റോള് ചുറ്റിയാണ് കേട്ടോ എടുക്കുന്നത്. ബോക്സിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ പ്ലാന്റുകൾ ഒടിയാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തീർച്ചയായിട്ടും പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളൊരു അൺബോക്സിങ് വീഡിയോ എടുക്കുക. എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു പ്ലാന്റോ 2 പ്ലാന്റോ അതിൽ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഒടിയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്ലാന്റ്സ് വാങ്ങുന്നവരും മനസ്സിലാക്കുക, നിങ്ങൾ കൊറിയർ വഴിയാണ് പ്ലാന്റ് വാങ്ങുന്നത്. ഇതുപോലെ ഞാൻ കവറിലേക്ക് ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിതുപോലെ ബോക്സിനകത്തേക്ക് ആക്കുന്നത്. പിന്നെന്താ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾ 10 പ്ലാന്റ് അയക്കുമ്പോൾ 1-2 പ്ലാന്റ് ഒടിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും പ്ലാന്റ്സ് അയക്കുന്നതല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവർ DTDCക്കാർ എടുത്ത് വലിച്ചെറിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡാമേജ് സംഭവിക്കും. 1 പ്ലാന്റോ 2 പ്ലാന്റോ ഒക്കെ നിങ്ങളും മനസ്സിലാക്കുക അത്. പിന്നെ കൊറിയർ ഒരുപാട് ദിവസം ഡിലേ വന്നു കഴിഞ്ഞാൽ, 5-6 ദിവസമൊക്കെ ഡിലേ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വീഡിയോ എടുത്ത് എനിക്ക് ഷെയർ ചെയ്യുക. ഞാനത് DTDCക്ക് കൊടുക്കും. തീർച്ചയായിട്ടും അത്രത്തോളം നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരും കേട്ടോ. DTDC എപ്പോഴും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ. ഇപ്പോൾ ഇത് വീഡിയോ കാണുന്നവർക്കും പലർക്കും അറിയാം. അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഡാമേജ് വന്നാൽ ഞാൻ വീണ്ടും റീപ്ലേസ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് എപ്പോഴും DTDC എല്ലാവരും കുറ്റം പറയുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം DTDC എപ്പോഴും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പ്ലാന്റ് ഡാമേജ് ആകുമ്പോൾ അവരെനിക്ക് വേണ്ട കോമ്പൻസേഷൻ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എനിക്ക് വീണ്ടും കസ്റ്റമറിന് പ്ലാന്റ് അയച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാന്റ് ഡിലേ വരുമ്പോൾ, ഒത്തിരിയൊക്കെ ദിവസം ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ എടുത്തിട്ട് എനിക്ക് ഷെയർ ചെയ്യുക. വീഡിയോ എടുത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി നിങ്ങളൊരു വോയിസ് ആയിട്ട് നിങ്ങൾ ഇടുക. തീരെ നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിന് വേണ്ട പരിഹാരം ചെയ്യൂ കേട്ടോ. ഇതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ കേട്ടോ.